ഇവിടെ 8 o'clock ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് 4 to 12, മോർണിംഗ് 4 to ആഫ്റ്റർനൂൺ 12, ദെൻ 4 to 8. അപ്പോൾ 4 to 8 എൻ്റെ വാച്ചാണ്. അത് കഴിഞ്ഞ് ഞാൻ ഡെക്കിൽ വരും. ഡെക്കിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ലോഡഡാണ്, കാർഗോ ലോഡഡാണ്. സോ എൻ്റെ മോർണിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഗ്യാസ് ചെക്കിങ്. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഡ്യൂട്ടി. സോ ഞാൻ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു. അപ്പോൾ വിചാരിച്ചൊരു വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കാർഗോയിലെ ഗ്യാസ് മോണിറ്റർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ബിൽസ് ടെമ്പറേച്ചർ ആൻഡ് ബിൽ സൗണ്ടിങ്. ബിൽജിൽ വാട്ടർ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിയുക. പിന്നെ ഇന്ന് എനിക്ക് ഒരു ഇന്ന് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി കേട്ടോ. എനിക്കിന്ന് തേർഡ് ഓഫീസർ വാച്ച് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പോൾ ഞാൻ ഇന്ന് മോർണിംഗ് 8 to 12 എഗെയിൻ വാച്ചാണ്, എനിക്ക് ബ്രിഡ്ജ് വാച്ചാണ്. ഐ എം വെരി ഹാപ്പി. കാരണം ഇങ്ങനൊരു മൊമെൻ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇന്ന്. സോ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാം. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു നോർമൽ വീഡിയോ. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഗ്യാസ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ബ്രിഡ്ജിൽ കാണാം. അങ്ങനെ ഹാൻഡിങ് ഓവർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ടേക്ക് ഓവർ ചെയ്തു തേർഡ് ഓഫീസറിൻ്റെ കയ്യിൽ. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ബ്രിഡ്ജിൽ. ഹലോ. ഇപ്പോൾ എന്താ പറയുക, ഷിപ്പ് ആങ്കറിലാണ്. ആങ്കർ വാച്ചാണ് കേട്ടോ. വേറെ എന്താ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം ഇതൊന്നും അല്ല എൻ്റെ ഷെഡ്യൂള്. ആങ്കർ ആയതുകൊണ്ട് സ്റ്റെൻസിലിംഗ് ആണ് കൂടുതൽ. നമുക്ക് വെതർ നല്ലതാണ്. സോ സ്റ്റെൻസിലിംഗ് ആണ് ചെയ്യുന്നത് കൂടുതലും. കാരണം ഷിപ്പ് ഇപ്പോൾ ഫുൾ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫുൾ പെയിന്റിങ്. സോ ഒരുപാട് സ്റ്റെൻസിലിംഗ് ചെയ്യാനുണ്ട്. കേഡറ്റിൻ്റെ ഏറ്റവും വലിയ ജോലി എന്ന് പറഞ്ഞാൽ സ്റ്റെൻസിലിംഗ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റെൻസിലിംഗ് ചെയ്യണം, അത് കട്ട് ചെയ്യണം, അത് അല്ലാണ്ട് ചെയ്യണം. സോ അതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 11:50 ഓൾമോസ്റ്റ് അറൌണ്ട് 11:50. ദെൻ ഐ ഗോ ടു എൻജിൻ റൂം. എനിക്ക് 12 o'clock ഫ്രഷ് വാട്ടർ റീഡിങ് എടുക്കണം. അത് എല്ലാ ഡേയ്സിലും എടുക്കണം. ഫ്രഷ് വാട്ടർ റീഡിങ്ങും ഫ്ലോ മീറ്റർ റീഡിങ്ങും എടുക്കണം. സോ ഞാൻ എൻജിൻ റൂമിൽ പോയാൽ അത് എടുത്തിട്ട് ഒരു 12 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് അപ്ഡേറ്റ് ചെയ്യും. കാരണം സെക്കൻഡ് ഓഫീസറിന് ന്യൂ റിപ്പോർട്ട് അയക്കണം. പിന്നെ എന്താ പറയുക, എനിക്ക് പിന്നെ റെസ്റ്റ് ടൈമാണ് 12 to 3:30. പിന്നെ 3:30 അഗെയിൻ ഞാൻ ഡെക്കിൽ പോകുന്നു. ബാലൻസ് എന്തെങ്കിലും ജോബ് മോർണിംഗ് ഒക്കെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുന്നു. പിന്നെ ഒരു എനിക്ക് 4 to 8 വാച്ചാണ്. പക്ഷെ ഞാനൊരു അറൗണ്ട് 5:30 ആകുമ്പോഴത്തേക്ക് വാച്ചിന് പോകുന്നു. കാരണം ഡെയിലി വർക്ക് ഡൺ, അങ്ങനെ കുറച്ച് പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് അവേഴ്സ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രിഡ്ജിൽ പോകുന്നത്. ഒരു 5:30 ഒക്കെ ആകുമ്പം ഡിന്നർ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ചീഫ് ഓഫീസിനെ റിലീവ് ചെയ്യുന്നു ഫോർ ഡിന്നർ. അത് കഴിഞ്ഞിട്ട് 4 to 8 5:30 to 8 വാച്ച്. ആഫ്റ്റർ ദാറ്റ് 8 to 10 എൻ്റെ ഷെഡ്യൂൾ കഴിഞ്ഞു കേട്ടോ. നൈറ്റ് till 8 വരെയുള്ളൂ എൻ്റെ ഷെഡ്യൂൾ. അതാണ് എൻ്റെ ഡെയിലി റൂട്ടീൻ. പിന്നെ 8 to 10 വീക്ക്ലി ഒരു 3 days 4 days എൻ്റെ സ്റ്റഡി ടൈമാണ്. ആ ടൈം ഞാൻ ചൂസ് ചെയ്തതാണ് കേട്ടോ. ഞാൻ ബ്രിഡ്ജിലിരിക്കുന്നു. മേ ബി തേർഡ് ഓഫീസർ എന്നെ ഹെൽപ്പ് ചെയ്യും കുറച്ച് ടാക്ക് ബുക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 10 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ക്യാബിന് പോകുന്നു. സ്ലീപ്. ദെൻ എഗെയിൻ ദ സെയിം റൊട്ടീൻ വിൽ കം ലൈക്ക് 4 o'clock വെക്കപ്പ്, വാച്ചിന് വരുന്നു. ഇത് തന്നെയാണ് സെയിം റൊട്ടീൻ. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു ഡിഫറെൻറ്റ് റൊട്ടീൻ കിട്ടിയപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഇവിടെ ബ്രിഡ്ജിൽ വീഡിയോ ചെയ്യാൻ നല്ല കംഫർട്ടാണ്. അങ്ങനെ ചെയ്തതാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ വാച്ചിൽ എന്താണ്, ഇതൊക്കെ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് കാണാൻ പറ്റും. പിന്നെ എനിക്ക്
കുറച്ച് വീഡിയോ ചെയ്യാനായിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്, മീൻസ് ഷിപ്പിംഗ് ഫീൽഡ് എന്താണ്, ഗേൾസിന് എങ്ങനെ പറ്റും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടുക. അപ്പോൾ ഞാൻ അതിൻ്റെ ബേസിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ബൈ, ഇത്രയേ ഉള്ളൂ.